നമസ്കാരം. അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച സംഭവിച്ച പ്രധാന കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ച നടക്കുകയുണ്ടായി. ഇതിൽ കമല ഹാരിസ് ഔദ്യോഗികമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ടിം വാൾസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ വർണ്ണോജ്വലമായിട്ടുള്ള ചടങ്ങായിരുന്നു ഇത്. ഒരുപാട് പ്രമുഖരായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങളും മറ്റ് വിവിധ മേഖലകളിലെ പ്രമുഖരുമെല്ലാം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നായിട്ടുണ്ടായിരുന്നത് ജോ ബൈഡൻ്റെ ഒരു ഫെയർവെൽ അഡ്രസ്സായിരുന്നു. നമുക്കറിയാം, ഏകദേശം 50 വർഷത്തിലധികമായിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായക സാന്നിധ്യമായിരുന്നു ജോ ബൈഡൻ, നിലവിലെ പ്രസിഡന്റ്. അദ്ദേഹം ഏകദേശം 4 പതിറ്റാണ്ടുകളോളം സെനറ്റർ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു. പിന്നീട് 2 വട്ടം ബാരക് ഒബാമയുടെ വൈസ് പ്രസിഡൻ്റായി. പിന്നീട് 2020 ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായി അദ്ദേഹം മാറി. നമുക്കറിയാം, അദ്ദേഹം ഈ കഴിഞ്ഞ ഏകദേശം 1 മാസം മുമ്പ് വരെ അദ്ദേഹമായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുന്നിലുണ്ടായിരുന്നത്. പിന്നീട് ട്രംപുമായിട്ടുണ്ടായിരുന്ന ഡിബേറ്റിലെ മോശം പ്രകടനമൊക്കെ അദ്ദേഹത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുകയും തുടർന്ന് അദ്ദേഹം പിൻവാങ്ങുകയും വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കമല ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. അദ്ദേഹത്തിന് നിറഞ്ഞ കയ്യടികളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെൽ സ്പീച്ചിന് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ വരവേറ്റത്. തൻ്റെ പ്രസംഗത്തിൽ കമല ഹാരിസിന് ഉറച്ച പിന്തുണയും ബൈഡൻ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ബാരക് ഒബാമയുടെ പ്രസംഗവും വളരെ ശ്രദ്ധേയമായിരുന്നു. ബാരക് ഒബാമയുടെ ഭാര്യയായിട്ടുള്ള മിഷേൽ ഒബാമയും വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ഹാരിസിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ 2 പാർട്ടിയുടെയും നാഷണൽ കൺവെൻഷനുകൾ കഴിഞ്ഞു. ജൂലൈയിലായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാഷണൽ കൺവെൻഷനിൽ ട്രംപ് അവരുടെ ഔദ്യോഗിക പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് മാറിയത്. ഇവിടെ ഹാരിസും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് മാറി. ഇതോടുകൂടി കളം ഒരുങ്ങിക്കഴിഞ്ഞു പോരാട്ടത്തിന്. അപ്പം നിലവിലെ പല പോളിംഗും അനുസരിച്ച് ഒപ്പത്തിനൊപ്പമാണ് പോരാട്ടം. ചില ബാറ്റിൽ ഗ്രൗണ്ട് സ്വിംഗ് സ്റ്റേറ്റുകളിലൊക്കെ ലീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇനി തുടർന്ന് സെപ്റ്റംബറിൽ ട്രംപും ഹാരിസും തമ്മിലുള്ള ഡിബേറ്റ് വരുന്നുണ്ട്. അതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമെല്ലാം നവംബറിൽ നടക്കുന്ന ഇലക്ഷനെ ശക്തമായിട്ട് സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ചലനങ്ങളുണ്ടാക്കിയ മറ്റൊരു സംഭവം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പോളണ്ട് ഉക്രൈൻ സന്ദർശനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഉക്രൈൻ സന്ദർശനമൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചു അന്താരാഷ്ട്ര തലത്തിൽ. നമുക്കാദ്യം പോളണ്ട് സന്ദർശനത്തിലേക്ക് വരാം. ഇതിൽ അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് പോളണ്ടാണ്. അദ്ദേഹം പോളണ്ടിലെത്തുകയും പോളണ്ട് പ്രധാനമന്ത്രിയായിട്ടുള്ള ഡൊണാൾഡ് ടസ്കുമായിട്ട് വളരെ ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ പോളണ്ടുമായിട്ട് പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പിടുകയുണ്ടായി. 1979 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. നമുക്കറിയാം, പോളണ്ടിലെ WB ഗ്രൂപ്പ് യൂറോപ്പിലെ തന്നെ ഡിഫൻസ് മേഖലയിലെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുമായിട്ട് ഇന്ത്യക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. അപ്പം കൂടുതൽ നിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും തമിഴ്നാടിലുമെല്ലാം അവരുടെ പ്രത്യേക ഡിഫൻസ് സോണുകൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡിഫൻസ് സാമഗ്രികളുടെ ഉൽപ്പാദനവും തുടങ്ങുമെന്ന് WB ഗ്രൂപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു മേഖലകളും ഒരു സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റ് പോളണ്ടുമായിട്ട് ഒപ്പുവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യ തുടങ്ങി. പ്രത്യേകിച്ച് പോളണ്ടിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരുടെ കാര്യം, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുടെ കാര്യം, ഇപ്പോൾ പോളണ്ടിലുള്ള മറ്റ് ഇന്ത്യക്കാരുടെ കാര്യം, ഇപ്പോൾ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ എഗ്രിമെൻറ്റിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇത് സത്യം പറഞ്ഞാൽ മധ്യ യൂറോപ്പിലും കിഴക്കൻ യൂറോപ്പിലേക്കുമുള്ള ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ ഒരു കടന്നുവരവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഇന്ത്യയുടെ ഒരു യൂറോപ്യൻ നയതന്ത്രം എന്ന് പറയുന്നത് ഒരു വശത്ത് യൂറോപ്യൻ യൂണിയനുമായിട്ട് മറ്റ് യൂറോപ്പിലെ വൻകിട ശക്തികൾ, ഇപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇവരിലൊക്കെ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ യൂറോപ്യൻ നയതന്ത്രം നിലനിന്നത്. പ്രത്യേകിച്ച് മധ്യ യൂറോപ്പും കിഴക്കൻ യൂറോപ്പിലേക്കുമെല്ലാം ഒരു ഉദാസീന നയമായിരുന്നു ഇന്ത്യൻ നയതന്ത്രം ഇതുവരെ സ്വീകരിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിഴക്കൻ യൂറോപ്പും മധ്യ യൂറോപ്പും ഒരു ശക്തിയായിട്ട് ഉയർന്നു വരുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ, അത് ഡിഫൻസിൻ്റെ തലത്തിലായാലും വ്യാപാരത്തിൻ്റെ തലത്തിലായാലും സാംസ്കാരിക തലത്തിലായാലും ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഈ ഒരു പുതിയ നയതന്ത്രത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് യുക്രൈനിലെ സന്ദർശനത്തിലേക്ക് വരാം. നമുക്കറിയാം, യുക്രൈൻ സന്ദർശനമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈയിൽ
മോഡി റഷ്യ സന്ദർശിക്കുകയും അവിടെ റഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തതൊക്കെ വലിയ വിവാദത്തിനിടയായി. അതേസമയത്ത് തന്നെ ആ സന്ദർശന വേളയിൽ തന്നെ റഷ്യ യുക്രൈനിൽ നടത്തിയൊരു റോക്കറ്റ് ആക്രമണത്തിൽ ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ശക്തമായ വിമർശനം ഇന്ത്യക്ക് ഏൽക്കാൻ തോന്നുന്നു. അപ്പോൾ അതിനെ ഒരു ബാലൻസ് ചെയ്യുക എന്നൊരു ലക്ഷ്യം ഈ ഒരു സന്ദർശനത്തിനുണ്ടായിരുന്നു. മോഡി സെലൻസ്കിയെ കെട്ടിപ്പിടിക്കുക മാത്രമല്ല, തുടർന്ന് യുക്രൈൻ്റെ നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററിയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സ്മരണാർത്ഥം നടത്തപ്പെട്ട ഒരു ചിത്ര പ്രദർശനത്തിൽ സെലൻസ്കിയോടൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ട് മോഡി പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലൊരു സിംബോളിക് ആയിട്ടുള്ളൊരു ഗസ്തറാണ് മോഡി അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സമാധാനത്തിന് ഇന്ത്യ തയ്യാറാണെന്നും ഒരു പീസ് മേക്കർ സ്ഥാനത്തേക്ക് വരാനുള്ള ഇന്ത്യയുടെ ഇംഗിതവുമെല്ലാം ഈ ഒരു സന്ദർശന വേളയിൽ വ്യംഗ്യമായിട്ട് ഇന്ത്യ നൽകുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നടന്ന പത്രസമ്മേളനത്തിലെല്ലാം ഇന്ത്യ ശാന്തിയുടെ സ്ഥാനത്താണെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസിങ് ആക്റ്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വെസ്റ്റിൽ നിന്നും ശക്തമായിട്ടുള്ള വിമർശനം റഷ്യ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുക. പിന്നീട് നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരു വക്താവായിട്ട് മാറുക എന്നുള്ളത് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ കാലങ്ങളായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ യുദ്ധം പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ഗ്ലോബൽ സൗത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള സാമ്പത്തിക ഘാതങ്ങളെക്കുറിച്ചെല്ലാം കൂടി ഈ സന്ദർശന വേളയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എഗ്രിമെൻറ്റുകളാണ്. 4 ഉടമ്പടികൾ യുക്രൈനുമായിട്ട് ഇന്ത്യ ഒപ്പുവെച്ചു. അത് വ്യാപാര തലത്തിലും ഡിഫൻസിൻ്റെ മേഖലയിലും സാംസ്കാരിക തലത്തിലും ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിൻ്റെ തലത്തിലുമെല്ലാം 4 എഗ്രിമെൻറ്റുകൾ. അതുപോലെ തന്നെ ഇന്ത്യ ഫീഷ്മം ക്യൂബ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി എന്നാണ്. അത് ഈ മരുന്നുകളും മറ്റ് ഉപകരണങ്ങളും സാമഗ്രികളും അടങ്ങിയിട്ടുള്ളൊരു സെറ്റാണ് ഈ ഫീഷ്മം ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 4 സെറ്റ് ഫീഷ്മം ക്യൂബ് ഇന്ത്യ ഒരു ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻ്റ് എന്ന നിലയിൽ ഈ സന്ദർശന വേളയിൽ യുക്രൈന് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റു സഹായങ്ങളുമൊക്കെ വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം യുക്രൈനും ഇന്ത്യയും തമ്മിൽ റഷ്യയുടെ അത്രത്തോളം ഇല്ലെങ്കിലും ഡിഫൻസ് മേഖലയിലും സഹകരണം മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുക്രൈൻ്റെ എൻജിനുകൾ യുക്രൈനിലെ കമ്പനിയായിട്ടുള്ള സൊറയ നിർമ്മിക്കുന്ന എൻജിനുകളാണ് ഇന്ത്യയുടെ പടക്കപ്പലുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 2019 തന്നെ ഇപ്പോൾ സൊറയയുടെ പല പ്ലാന്റുകളും ഇന്ത്യയിൽ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് യുദ്ധത്തിൻ്റെ വേളയിൽ ഇതൊന്നും നടന്നില്ല. അപ്പം ഈ രീതിയിലും കൂടുതൽ മുന്നോട്ട് നീങ്ങുവാൻ ഇപ്പോൾ ഡിഫൻസിൻ്റെ തലത്തിലുമെല്ലാം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുവാൻ ഇന്ത്യയും യുക്രൈനും ധാരണയായി. അപ്പം ഇതൊക്കെ കാണിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ ഈ ഒരു യുദ്ധത്തിൻ്റെ വേളയിൽ ഏതെങ്കിലും ഒരു സൈഡിനോട് ചാഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു എന്നൊരു പ്രതീതി ഉളവാക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപകടം ചെയ്യും. അപ്പോൾ ഒരു ബാലൻസിങ് ആക്റ്റാണ്. അതുപോലെ തന്നെ ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം ഇന്ത്യക്ക് മധ്യ യൂറോപ്പും കിഴക്കൻ യൂറോപ്പും ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ കാര്യം. നമുക്കറിയാം പോളണ്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോളണ്ട് ഇപ്പോൾ 2022 ശേഷം അവരുടെ ഡിഫൻസ് മേഖലയിൽ വലിയ ആധുനികവത്കരണം നടത്തി. പണ്ട് സോവിയറ്റ് കാലഘട്ടത്തൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണ സാമഗ്രികളൊക്കെ മാറ്റി ആധുനിക ഉപകരണങ്ങൾ, നാറ്റോ നൽകിയ ആധുനിക ഉപകരണങ്ങളെല്ലാം അവരുടെ സൈന്യത്തിലേക്ക് ചേർത്തു. അപ്പോൾ ഇന്ത്യയും ഇങ്ങനെ ഒരു മോഡേണൈസേഷനെ കുറിച്ച് ചിന്തിക്കുകയാണ്. പ്രത്യേകിച്ച് യുദ്ധവേളയിൽ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള പഴയ സോവിയറ്റ് ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ടാങ്കുകളുടെയും എല്ലാം ഒരു കാര്യക്ഷമതയില്ലായ്മ പലപ്പോഴും ബോധ്യമായിട്ടുള്ള സ്ഥിതിക്ക് ഇന്ത്യക്കും ഒരു ഡിഫൻസ് മോഡേണൈസേഷൻ ആവശ്യമാണ്. അപ്പം പോളണ്ടുമായിട്ടും യുക്രൈനുമായിട്ടും ഡിഫൻസ് തലത്തിൽ ഉൾപ്പെട്ട ഈ ഉടമ്പടികൾക്ക് ആ ഒരു തലത്തിലുള്ള ഒരു ലക്ഷ്യവുമുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിലേക്കും ഈ ഒരു മോഡേണൈസേഷന് പോളണ്ടും യുക്രൈനുമായിട്ടുള്ളൊരു ബന്ധം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർശനം മലേഷ്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അൻവർ ഇബ്രാഹിം ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അത് ഇന്ത്യ മലേഷ്യ ബന്ധത്തിൽ പുതിയ ഉണർവിന് കാര്യമായിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തെ ഒരു ഗ്ലോബൽ ഒരു കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്നുള്ള നിലയിലേക്ക് ഇന്ത്യ മലേഷ്യ ബന്ധത്തെ മാറ്റുവാനായിട്ടുള്ള ഒരു ഉടമ്പടിയും ഈ സന്ദർശന വേളയിൽ ഒപ്പിട്ടു. നമുക്കറിയാം മലേഷ്യ ഇന്ത്യ ബന്ധത്തിൽ കുറേ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രിയായിരുന്ന മഹാതീർ മുഹമ്മദിൻ്റെ കാലഘട്ടത്ത്
ഇന്ത്യ കാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് മലേഷ്യ നൽകിയത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മലേഷ്യ ബന്ധത്തിൽ കുറേ ഉലച്ചിലുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ടാണ് ഒരു പുതിയൊരു തലത്തിലേക്ക് ഇന്ത്യ മലേഷ്യ ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കുന്ന വിധത്തിൽ ഈ ഒരു സന്ദർശനം. നമുക്കറിയാം, മലേഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇപ്പം കുതിക്കുന്ന ഒരു എക്കോണമിയാണ്. ഇപ്പോൾ തായ്ലൻഡ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ എക്കോണമികൾക്ക് ഇതയ്ക്കുമ്പോഴും ഒരുപാട് നിക്ഷേപങ്ങൾ വന്ന് വലിയൊരു ഉണർവിലേക്കാണ് മലേഷ്യൻ സാമ്പത്തിക രംഗവും പോകുന്നത്. ഈ ഒരു തലത്തിൽ മലേഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ളൊരു ബന്ധം വളരെ പ്രധാനമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിൽ സുപ്രധാനമായിട്ടുള്ളൊരു സന്ദർശനമായിരുന്നു അൻവർ ഇബ്രാഹിമിൻ്റേത്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ലാറ്ററൽ എൻട്രി കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ളൊരു സംഭവ വികാസം, സിവിൽ സർവീസിലേക്ക് പ്രത്യേകിച്ച് ജോയിൻറ്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി മുതലായിട്ടുള്ള സിവിൽ സർവീസിൽ ഉയർന്ന തലത്തിലേക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ നിയമനം നൽകുക. ലാറ്ററൽ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UPSC പരീക്ഷ എഴുതാതെ നമ്മുടെ സ്വകാര്യ മേഖലയിൽ നിന്നും മറ്റു മേഖലകളിൽ നിന്നുമൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ തൊഴിൽ നൈപുണ്യത്തിനും ശേഷിക്കും അനുസരിച്ച് നേരിട്ട് സിവിൽ സർവീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് അവരെ ചേർക്കുന്നതാണ് ലാറ്ററൽ എൻട്രി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ലാറ്ററൽ എൻട്രിയുടെ ഒഴിവ് UPSC റിപ്പോർട്ട് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ ഇത് പ്രതിപക്ഷം ശക്തമായിട്ട് ഇതിനെ വിമർശിച്ചു. കാരണം ഈ ലാറ്ററൽ എൻട്രിയിലൂടെയുള്ള ഉദ്യോഗ നിയമനത്തിൽ സംവരണമില്ല. അപ്പോൾ ഇത് സംവരണത്തെ അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ്, പിന്നോക്ക വിഭാഗങ്ങളെ തടയാനുള്ളൊരു ലക്ഷ്യമാണ് ഈ ലാറ്ററൽ എൻട്രിയുടേതെന്ന് ശക്തമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചു. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് പ്രതിരോധത്തിലാവുകയും 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിജ്ഞാപനം പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഇനിയിപ്പം സർക്കാർ പൂർണ്ണമായിട്ട് പിൻവാങ്ങിയതാണോ, അത് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങളോടെ ഇത് നടപ്പാക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു, കൽക്കത്തയിലെ RG കാർ ഹോസ്പിറ്റലുണ്ടായ നിഷ്ഠൂരമായിട്ടുള്ള പീഡനവും ആ PG ഡോക്ടറുടെ മരണവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധ മുന്നേറ്റങ്ങളാണ് രാജ്യത്തെമ്പാടും, പ്രത്യേകിച്ച് കൽക്കത്തയിൽ ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച ഒരു ടാസ്ക് ഫോഴ്സ് രൂപവത്കരിച്ചു. പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടാസ്ക് ഫോഴ്സ് സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച രൂപവത്കരിച്ചു. അപ്പോൾ ഈ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു ലക്ഷ്യമെന്നുള്ളത് ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റുള്ളവർ, അവരുടെ സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ടാസ്ക് ഫോഴ്സിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിലും ഒരു വളരെ നാളായിട്ട് കാത്തിരുന്ന, ഏകദേശം 4-5 വർഷത്തോളമായിട്ട് കാത്തിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. വളരെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2017 കേരള സർക്കാർ ഹേമ കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. ഇതിൽ 3 അംഗ കമ്മിറ്റിയാണ്. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് K. ഹേമ, അതുപോലെ തന്നെ വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ KB വത്സലകുമാരി, അതുപോലെ മുൻ അഭിനേത്രിയായിട്ടുള്ള ശാരദ എന്നിവരടങ്ങിയ 3 അംഗ കമ്മിറ്റിയാണ് ഇതിൽ ഈ അന്വേഷണത്തിന് നിയുക്തരായത്. ഇവർ 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും സർക്കാർ പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് ഇത് വെളിപ്പെടുത്തുകയില്ല, ഇത് രഹസ്യമാക്കി വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപാട് നിയമയുദ്ധങ്ങൾക്കുമെല്ലാം ശേഷമാണ് ഈ കഴിഞ്ഞ ആഴ്ച ഏകദേശം 4.5 വർഷത്തിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തു വന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇപ്പോൾ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരവസ്ഥ വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ സെറ്റുകളിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ലൈംഗിക അതിക്രമങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യമില്ലായ്മ, അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നത് വളരെ ദുരിതപൂർണമായിട്ടുള്ള പരിതസ്ഥിതിയിലാണെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്നും അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരെല്ലാം ഈ പറയുന്നത് പോലെ അപ്രഖ്യാപിത വിലക്കടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പവർ ഗ്രൂപ്പ് നടപ്പാക്കുന്നുണ്ടെന്നും ഇതൊരു മാഫിയ കണക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെയുള്ള ശക്തമായിട്ടുള്ള വിമർശനം ഇതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴി നമ്മൾ പരിശോധിക്കുമ്പോൾ WCC വുമൺസ് കളക്റ്റീവ് ഇൻ സിനിമ ഇതിൽ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം 2017 തുടക്കത്തിൽ മലയാള സിനിമയിലെ പ്രമുഖയായിട്ടുള്ളൊരു നടി നേരിട്ട ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമം, അതിനെതിരെ ഉയർന്നു വന്ന അതിലൊരു പ്രമുഖ നടനുമെല്ലാം ആരോപിതനായിരുന്നു. അപ്പോൾ അതിൽ സിനിമ സംഘടനയായിട്ടുള്ള അമ്മയെടുത്ത വളരെ ബയാസ്ഡായിട്ടുള്ള നിലപാടിനെതിരെയാണ് സ്ത്രീകളുടെ മുന്നേറ്റം എന്നുള്ള നിലയിൽ WCC ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു മുന്നേറ്റം
സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നത് ഉയർന്നു വരികയും പാർവതി തിരുവോത്തടക്കമുള്ള നടിമാരും സിനിമാ മേഖലയിലെ മറ്റു വനിതാ പ്രൊഫഷണലുകളും എല്ലാം നേതൃത്വം നൽകിയ ഈ സംഘടനയാണ് സർക്കാരിനോട് ഇത്തരത്തിൽ സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികൾ പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മീഷൻ വേണമെന്നൊക്കെ അഭ്യർത്ഥിക്കുകയും അതേ തുടർന്നാണ് സർക്കാർ 2017 ഈ കമ്മീഷൻ നിയോഗിക്കുകയും ചെയ്തത്. ഇത് വളരെ മലയാള സിനിമയിൽ നേരിടുന്ന ഒരു വലിയൊരു ദുരവസ്ഥ തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പുരുഷാധിപത്യം എത്ര ക്രൂരമായിട്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതെങ്കിലും സ്ത്രീകളെ അതത്ര അന്യായമായിട്ടുള്ളൊരു വ്യവസ്ഥിതിയിലാണ് സ്ത്രീകൾ പ്രവർത്തിക്കേണ്ടി വരുന്നതെന്നുമൊക്കെ ഈ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. പക്ഷേ എന്നിരുന്നാലും സർക്കാർ ഈ കാര്യത്തിൽ അത്ര ശുഷ്കാന്തിയോടെയല്ല പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നാളും ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് തന്നെ ഒരു തെറ്റായിട്ടുള്ളൊരു നടപടിയായിരുന്നു. അപ്പം ഈ റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി കുറേ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സർക്കാർ ഇതിനു വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്തണം, ഒരു ട്രിബ്യൂണൽ രൂപവത്കരിക്കണം. അതുപോലെ തന്നെ സിനിമാ സെറ്റുകളിൽ വനിതകളായിട്ടുള്ള സിനിമാ പ്രവർത്തകർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ടെക്നിക്കൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ്. ആ മേഖലയിൽ കൂടുതൽ സ്ത്രീകൾ കടന്നു വരുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം മേഖലകളിൽ ടെക്നിക്കൽ മേഖല അടക്കമുള്ള സിനിമാ പഠന മേഖലകളിൽ സ്ത്രീകൾക്കായിട്ട് കൂടുതൽ സ്കോളർഷിപ്പുകൾ സർക്കാർ ഏർപ്പെടുത്തണം. ഇത്തരത്തിലുള്ള വളരെ നിർണായകമായിട്ടുള്ള സജഷൻസും ഈ കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സർക്കാർ പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ലിംഗനീതി മലയാള സിനിമാ മേഖലയിൽ ഉറപ്പുവരുത്താൻ ഈ റിപ്പോർട്ട് സഹായകരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി. ഇനി അടുത്തയാഴ്ച കാണാം.